1160 കോടിയുടെ ഒരു തട്ടിപ്പ്. അത് എഥനോൾ കമ്പനികൾക്ക്, എഥനോൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് സാധാരണക്കാരായ ക്ഷാമബാധിതരായ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വെച്ച അരി ഇല്ലീഗൽ സപ്ലൈ ചെയിൻ വഴി എഥനോൾ കമ്പനികൾക്ക് മറിച്ച് വിറ്റ് അത് ഒരു കറക്കം കറങ്ങി സർക്കാർ തന്നെ കൂടിയ വിലയ്ക്ക് ഈ അരി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വീണ്ടും അത് സർക്കാരിന് തന്നെ വിറ്റു എന്നതായിരുന്നു ആ വാർത്ത. എന്നിട്ട് ദൈനിക് ഭാസ്കറാണ് ഇത് പുറത്തുവിട്ടത്. അതായത് എഥനോൾ നിർമ്മാണ കമ്പനികളൊക്കെ അവരുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. 1160 കോടി രൂപയുടെ അഴിമതി കഥയാണ് മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോ തുടങ്ങിക്കഴിഞ്ഞു കാര്യങ്ങൾ. ഭക്ഷണം എന്ന് പറയുന്നതിനെ എടുത്ത്, ഭക്ഷണത്തിന് വേണ്ട ധാന്യം എടുത്ത് നമുക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നിലേക്ക് ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഈ കമ്പനികൾ വെറുതെ ഇരിക്കുമോ? അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. നമുക്ക് ഇത്ര ദോഷമായിട്ട് നിൽക്കാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് മതിയായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, അതിനെതിരെ നടപടി ഉണ്ടാവണം എന്നല്ലാതെ ഇങ്ങനൊരു സംഭവം നടന്നു അതുകൊണ്ട് ഈ പോളിസി മുഴുവൻ അബദ്ധമാണെന്നൊക്കെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതല്ല ഉദ്ദേശം. നമ്മള് സർപ്ലസ് ഗ്രെയിൻസ് ആണ് ഇതിനു വേണ്ടിയിട്ട് വകമാറ്റി വെക്കുന്നത്, അല്ലാണ്ട് ഈ പറയുന്ന ഫുഡ് ഗ്രെയിൻസിന്റെ ഇതിൽ നിന്ന് എടുത്തോണ്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്കല്ല ഈ എത്തനോൾ പോളിസി കൊണ്ടുവന്നിട്ടില്ല. എത്തനോൾ പോളിസിയിൽ പറയുന്നത് എന്താണ്? സർപ്ലസ് ഗ്രെയിൻസ്, അതായത് ആദ്യം ഷുഗർ കെയിൻ മാത്രമായിരുന്നു, ഷുഗർ കെയിനിന് ശേഷം പിന്നീട് മെയ്സ് കൂടി ഉൾപ്പെടുത്തി, അതിനുശേഷം സർപ്ലസ് ഗ്രെയിൻസ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉപഭോഗത്തില് കവിഞ്ഞിട്ടുള്ളത് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഇവിടെ പറഞ്ഞു EV-യിലേക്ക് മാറുന്നത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന്. EV-കള് സർക്കാർ EV-കള് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ പരിസ്ഥിതി പ്രവർത്തകർ എന്താ പറഞ്ഞിരുന്നത്? ഈ പറയുന്ന EV വരുന്നതുകൊണ്ട് പരിസ്ഥിതിക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല, കാരണം അതിന്റെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലിഥിയം പോലെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ ബാറ്ററിയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മൈനിങ് നടത്തേണ്ടി വരും. അങ്ങനെ മൈനിങ് നടത്തി കഴിഞ്ഞാൽ കൂടുതൽ വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാവും. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി വേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ആത്യന്തികമായി നമുക്ക് ഒരു സുസ്ഥിരമായ പദ്ധതികൾ തന്നെയാണ് നമുക്ക് വേണ്ടത്, സുസ്ഥിരമായ പ്ലാനുകൾ തന്നെയാണ് വേണ്ടത്, അതിലൊന്നും ഒരു സംശയവും ശങ്കു. പക്ഷേ ആ ട്രാൻസിഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അതിന് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ അല്ലേ വേണ്ടിയിരുന്നത്? ഇങ്ങനെ എടുത്ത് ചാടി പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് പോകുമ്പോഴല്ലേ ഈ പ്രശ്നത്തെ കുറിച്ച് ഇവരെല്ലാവരും പറയുന്നത്. ട്രാൻസിഷന്റെ കാര്യം ഞാൻ ശ്രീജയോട് ചോദിക്കാം. ശ്രീജ പറഞ്ഞു നിങ്ങൾ വാർത്തയൊക്കെ അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് E20യെ പറ്റി അറിയാം, പക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്കോ സാധാരണ മനുഷ്യർക്കോ ഇതിനെപ്പറ്റി അറിയില്ലെന്ന് പറഞ്ഞു. ആർക്ക് ഉത്തരവാദിത്തമായിരുന്നു ജനങ്ങളെ അറിയിക്കേണ്ടത്? നിങ്ങൾ മാധ്യമങ്ങൾ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തി, നിരുത്തരവാദിത്തപരമായിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തി. നമ്മുടെ ഇന്ത്യൻ വിപണിയിലുള്ള ആകെ പെട്രോളിന്റെ 20% ഇന്ത്യയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാവുമ്പോൾ മൊത്തം സ്റ്റോക്കിന്റെ 1/5 ഭാഗം ഡൊമസ്റ്റിക് പ്രൊഡക്ഷനായി മാറുകയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങളും പെട്ടെന്നുള്ള യുദ്ധങ്ങളും എല്ലാം പെട്രോളിയം പോലെയുള്ള സംഗതികളുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ നടത്താതെ നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷയത്വം ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഗുണഭോക്താവാണ് നാം ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും. ഇത്തരം വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ ദുരുപദിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിന്റെ പിന്നിൽ പരിസ്ഥിതി സ്നേഹമല്ല ഉള്ളത്, ഇത് കേന്ദ്ര സർക്കാർ വിരുദ്ധതയാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.